ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് ടൈഡ് ഗാതേർഡ് മാക്സി ഡ്രസ്സാണ്. ഇതിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. 3.5 മീറ്റർ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് കോട്ടൺ മിക്സ് ആട്ടോ വരുന്നത്, ഇതിന് പേരൊന്നുമില്ല. ആദ്യം ഞാനൊരു 1/2 മീറ്റർ മാറ്റി വെച്ചിട്ട് അതിന് 2 ആക്കി മടക്കി വെച്ചു. എന്നിട്ട് ഇത് ഒന്നുകൂടെ മടക്കി വെച്ചു. അങ്ങനെ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് പോർഷൻ തന്നെ നമ്മൾ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് മേലൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു, തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇനി താഴോട്ട് ടോപ്പിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 12 ഇഞ്ചാണ് താഴോട്ടുള്ള ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എവിടെ ഒരു ടോപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല ഏറ്റവും മുകളിൽ, അപ്പോൾ താഴെയായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആം ഹോൾ മാർക്ക് ചെയ്തിട്ട് എടുക്കുക, അതേപോലെ തന്നെ ബോഡിയും മാർക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് എടുത്തു. ഇതിന് നെക്കൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 4 ഇഞ്ചും താഴത്തോട്ട് ലെങ്ത്തായിട്ട് 4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്തു. ഇനി ഇതൊരു സ്ക്വയർ നെക്കാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതേ ആ ലെങ്ത്ത് താഴോട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ വിഡ്ത്തും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക നേരെ. അങ്ങനെ നമ്മളൊരു സ്ക്വയർ നെക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചും താഴത്തോട്ടൊരു 1 ഇഞ്ചും എക്സ്ട്രാ വിടുക. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. നെക്കിൻ്റെ അവിടെയും കൂടെ ഇതൊരു 1/2 ഇഞ്ച് വിടുക എക്സ്ട്രാ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ലെയർ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ. അപ്പോൾ ഇതേ നിവർത്തി വെച്ച് ഞാൻ അപ്പുറത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ നെക്ക് ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട്, അപ്പോൾ ഇതേ നമ്മൾ നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാൻ വേണ്ടി 2 കട്ട്സ് കൊടുക്കണം. അങ്ങനെ സ്ക്വയർ ആയതുകൊണ്ട് ഈ 2 സൈഡ് കട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ടു. ഇനി നെക്ക് ലൈനിൽ കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് കൊടുക്കണം. എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നെക്കിൻ്റെ എഡ്ജ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ചുളുങ്ങി നിൽക്കുന്നുണ്ട്. അത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാട്ടോ. ഇനി താഴത്തോട്ട് ഇതേ ഒരു 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 6 ഇഞ്ച് ഒന്ന് താഴത്തോട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതേ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ 4 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറക്റ്റ് ഈ സെൻറ്ററിലൊന്നും ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ മാർക്കിങ്സൊക്കെ ഒന്നുകൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ഷോൾഡേഴ്സ് ചെയ്തിട്ടെടുക്കണം. ഷോൾഡേഴ്സ് മാർക്ക് ചെയ്യണം. അതിനായിട്ട് ഇതേ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഒന്നുകൂടെ വെച്ച് കൊടുക്കുക. ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക, നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നെക്ക് താഴോട്ടൊന്ന് അളവെടുക്കുന്നുണ്ട്. നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഇഞ്ചാണ് നമ്മൾ നെക്ക് എടുത്തത്. അപ്പോൾ കറക്റ്റ് ആ 4 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നീട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഷേപ്പാക്കി കിട്ടുക. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷേ ഇത് ഫുള്ള് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കാരണം ഇത് കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ താഴെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തു. ആ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ നെക്കിൻ്റെ സൈഡിലും കൂടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആം ഹോൾ നമ്മൾ ഓൾറെഡി തയ്യൽ തുമ്പോട് കൂട്ടിയിട്ടാണ് നേരത്തെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇതേ നമ്മൾ ഷോൾഡേഴ്സ് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ 2 ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നെക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം, ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇതേ മറിച്ചിടുമ്പോൾ അതേ ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇത് മറിച്ചിട്ട ശേഷം നെക്കിൻ്റെ എഡ്ജ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്തു. നെക്കിൻ്റെ എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 4 ഇഞ്ച് ഉണ്ടല്ലോ, അതൊന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ നീട്ടിയൊന്ന് വരച്ചു. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലോത്താണ്. അത് 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഇതിൽ കുറച്ചധികം തയ്യൽ തുമ്പിന് വേണം കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 4 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അത് ഇതേ കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആം ഹോളും ബോഡി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ബാക്കി വരുന്നത് താഴോട്ടുള്ള 8 ഇഞ്ചായിരിക്കും. ഞാൻ ഈ ഫ്രണ്ട് പോർഷൻ ഒന്ന് മാറ്റിയിട്ട് ആ 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ ആ 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇത് നമുക്ക് കുറച്ചുകൂടെ മാർക്കിങ്സൊക്കെ ചെയ്യാനുണ്ട്. കാരണം ഇത് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി നമ്മളിതേ ഫ്രണ്ട് പോർഷൻ ഒന്നുകൂടെ വെച്ചിട്ട് അപ്പോൾ ഒറിജിനലായിട്ടുള്ള നമ്മുടെ എക്സാക്റ്റുള്ള ആ മാർക്കിങ്സ് ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതേപോലെ തന്നെ എല്ലാ മാർക്കിങ്സും ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നെക്ക് ഇതേ നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ബോഡി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിൽ ഇതേ ഇങ്ങനെ നേരെ വെച്ചിട്ട് ടോട്ടലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ടൈൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മേലെ നിന്നൊരു 2 ഇഞ്ചും അതേപോലെ താഴേന്ന് മേലോട്ട് 2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ആ വേസ്റ്റിൻ്റെ അവിടേക്ക് നേരെ ഒന്ന് ഇങ്ങനെ നീട്ടി വരച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നെക്കിൻ്റെ അവിടേക്ക് കറക്റ്റ് ഒന്ന് നേരെ നീട്ടി വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ നമ്മൾ ടൈ വരച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 25 ഇഞ്ചാണ് ടൈൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തു. 2 താഴെയും മേലെയും ഇതേ 25 ഇഞ്ച് വീതം നേരെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് ആ ടൈ ഒന്ന് നേരെ നീട്ടി വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ടൈൻ്റെ വിടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ 4 ഇഞ്ചിലാണ് നമ്മൾ ടൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ടൈൻ്റെ ഞാൻ എഡ്ജ് വന്നിട്ട് ഒരു 6 ഇഞ്ചിട്ട് എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് കൂട്ടി എടുക്കുന്നുണ്ട് എഡ്ജ് വന്നിട്ട്. അപ്പോൾ ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നിട്ട് നമ്മളിത് നേരെ നീട്ടി വരച്ച് കൊടുക്കുകയാണ്. ടൈ ഒന്ന് നേരെ നീട്ടി വരച്ച് കൊടുക്കുക. അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ പോലെ തന്നെയാണ് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ കുറച്ചൊന്ന് കർവായിട്ട് ചെയ്തിട്ടെടുക്കുന്നത്. നമുക്ക് കെട്ടാനൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കർവായിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ആ സ്റ്റാർട്ടിങ് വശം ഒന്ന് കർവായിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണാം കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഇതിന് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് എല്ലായിടത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ടൈനും 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ താഴെയും സൈഡിലൊക്കെ നമ്മളൊരു 1/2 ഇഞ്ച് വീതം ബോഡീൻ്റെ അവിടെ മാത്രം ഒരു 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് മാറ്റി. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ ആട്ടോ ഇത്. ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 4 പോർഷൻ ഉണ്ടാക്കി. 2 ഒരു സൈഡിക്കും 2 ഒരു സൈഡിക്കും അങ്ങനെയായിട്ട് 4 പോർഷൻ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഷോൾഡർ ബാക്ക് പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു 2 പോർഷൻ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിനുള്ളിലോട്ട് ഈ ഷോൾഡർ ഒന്ന് കയറ്റി വയ്ക്കുക. എന്നിട്ട് എഗെയിൻ ആ പോർഷൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് മൊത്തമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ ഇതേ ഒരു വശം തുടങ്ങി താഴത്തെ അപ്പുറത്തെ വശം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ബോഡി ഇപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ വശങ്ങളും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ചെറിയ കട്ട്സ് കൊടുത്തിട്ട് നമുക്കിത് മറച്ചിടണം. അപ്പോൾ ഇതേ ഞാൻ ചെറിയ കട്ട്സ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്നും മറച്ചിടും. അപ്പോൾ അതേ നമ്മൾ മറിച്ചിട്ടു. ഇനി ഇതിൻ്റെ എഡ്ജ് വശത്തിലൂടെ സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നെക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്താണ് എഡ്ജ് വശം. ഇതേ താഴ്ന്ന് തുടങ്ങി അപ്പുറം വരെ അടിവശത്ത് ഇങ്ങനെ പോയിട്ട് അപ്പുറം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ പോർഷൻ കൂടെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ ലെഫ്റ്റും റൈറ്റും നമ്മൾ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഒരേപോലെ തന്നെ. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും ബാക്ക് പോർഷൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ രണ്ടും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ആദ്യം ഒരു ക്ലോത്ത് എടുക്കുക. അതിന് 2 ആക്കി മടക്കി വയ്ക്കുക. അതിനൊന്നുകൂടെ മടക്കി അങ്ങനെ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. 1/2 മീറ്ററിൻ്റെ ക്ലോത്താണ് എടുത്തത്. അപ്പോൾ 4 ആക്കി മടക്കി വെച്ചു. ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇതിനെ നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിന് ഒരു 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നേരെ നീട്ടി വരച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മാർക്കിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ടോപ്പ് എടുത്ത് വെക്കുക. അതിൻ്റെ ആം ഹോളൊന്ന് വെച്ച് കൊടുക്കുക. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ആം ഹോളൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടിതേ ആം ഹോളൊന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. താഴെ
ഡൗൺ വിഡ്ത്തായിട്ട് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് ആം ഹോളിൻ്റെ അവിടേക്ക് നേരെ നീട്ടി വരച്ചു കൊടുക്കുക. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 3 വശത്ത് 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സ്ലീവ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ലീവ് നമുക്ക് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കണം. അത് അതിൻ്റെ ആം ഹോളിൻ്റെ അതിലൂടെ ലൂസ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലൂസ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു ത്രെഡ് മാത്രം എടുത്ത് ഒന്നിങ്ങനെ വലിച്ചിട്ട് നമുക്ക് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഫ്രിൽസ് ചെയ്തിട്ടെടുത്തു. ഇതേപോലെ തന്നെ അടുത്ത സ്ലീവ് കൂടെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2 സ്ലീവ് നമ്മൾ ഫ്രിൽസ് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് ടോപ്പിൽ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ടോപ്പ് നമ്മൾ നിവർത്തി വെച്ചിട്ടുണ്ട്. ടോപ്പിൻ്റെ നല്ല വശം സ്ലീവിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ. അപ്പോൾ എപ്പോഴും സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ അതിങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. 2 സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി സ്ലീവിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് ഇലാസ്റ്റിക് ഇടണം. അപ്പോൾ അതിനായിട്ടൊരു ടണൽ ഉണ്ടാക്കിയെടുക്കാം. ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. 2 സ്ലീവിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ അടിവശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സേഫ്റ്റി പിന്ന് വെച്ചിട്ടാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 സ്ലീവിൻ്റെ അടിയിലും ഇലാസ്റ്റിക് ഇട്ടിട്ട് കാണാം. അപ്പോൾ നമ്മൾ 2 സ്ലീവിന് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു. ഇനി ബോട്ടം പോർഷത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വൃത്തിയായിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന് 2 ആക്കി മടക്കി വീണ്ടും മടക്കി അങ്ങനെ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നേരെ നീട്ടി വരയ്ക്കാം. വേസ്റ്റിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്നൊരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴോട്ടുള്ള ലെങ്ത്തിന് വേണ്ടിയിട്ട് 19 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡൗൺ വിഡ്ത്തായിട്ട് 13.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ താഴത്തുനിന്ന് മേലോട്ടത് വേസ്റ്റിൻ്റെ അവിടേക്ക് ഇതെങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇനി തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡിലൊരു 1/2 ഇഞ്ച് ഒന്ന് വിട്ട് കൊടുക്കുക. പിന്നെ താഴെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ബോട്ടം പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പോർഷൻ കിട്ടും. ഇനി ബോട്ടത്തിൻ്റെ താഴെ ഫ്രിൽസ് വെച്ച് കൊടുക്കാൻ 1.5 മീറ്റർ നീളമുള്ള 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി വന്നിട്ട് 11.5 ഇഞ്ചാണ് താഴത്തോട്ട് വീതി വരുന്നത്. ലെങ്ത്ത് ഏകദേശം ഒരു 1.5 മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട്. ഇനി ഈ ക്ലോത്തിൻ്റെ ഒരു എഡ്ജ് വശം നമുക്ക് റോൾഡ് ഹെം ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് എടുത്താലും മതി. ഞാനിവിടെ റോൾഡ് ഹെമ്മാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, റോൾഡ് ഹെം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വശം അടിവശം റോൾഡ് ഹെം ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നമുക്ക് ഫ്രിൽസ് വെച്ച് കൊടുക്കണം. അതിന് ബോട്ടത്തിൻ്റെ നല്ല വശം ഈ ക്ലോത്തിൻ്റെ നമ്മളെടുത്ത 1.5 മീറ്റർ ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശം ഒരുമിച്ച് വെക്കാം. എന്നിട്ട് കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ പ്ലീറ്റ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദേ ഞാനിങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പ്ലീറ്റ്സ്. അപ്പോൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. സെപ്പറേറ്റ് ആയിട്ട് പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്യൊന്നും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാണ്. അപ്പോൾ ദേ ഇത് മൊത്തം ഈ അടിവശം മൊത്തം ഇങ്ങനെ ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രിൽസ് ചെയ്ത് കൊടുത്തു. ഇത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റിൻ്റെ അവിടെ ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാം, വളരെ ചെറുതായിട്ട്. അപ്പോൾ അതേ ഫ്രിൽസ് ചെയ്തിട്ടെടുത്തു. ഇനി ഇത് ടോപ്പ് പോർഷനായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ബോട്ടത്തിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശം കൂടെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് വേസ്റ്റിൻ്റെ അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ടോപ്പ് പോർഷൻ്റെ ബോഡി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് വേസ്റ്റിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. 2 വശവും ബോഡി അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോട്ടം ബാക്ക് വശം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോപ്പ് പോർഷത്തിൻ്റെ ബോഡി നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനിയാണ് നമ്മൾ ബാക്ക് പോർഷൻ ബോട്ടത്തിൻ്റെ ബാക്ക് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബോട്ടത്തിൻ്റെ ബാക്ക് പോർഷൻ ചെയ്തിട്ടെടുക്കാം. നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ഒരു 3 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്.
അതൊന്നിങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ടണലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വേസ്റ്റിൽ ചുറ്റി ഇലാസ്റ്റിക് എടുത്തതിൻ്റെ പകുതി ഇലാസ്റ്റിക്കാണ് ഇവിടെ എടുത്തത്. അപ്പോൾ അതൊരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇന്ന് ടോപ്പ് പോർഷനായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ടോപ്പ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് അവസാനിച്ച അവിടെ വേണം നമ്മൾ ഇത് കൊണ്ടുവച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. 2 വശം ഒരേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ടുകൊണ്ട് ഈ പോർഷൻ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ടോപ്പ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് അവസാനിച്ച് അവിടെ നിന്ന് തുടങ്ങി താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ ബാക്ക് പോർഷനും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് ടൈഡ് ഗാദേർഡ് മാക്സി ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയുമായിരിക്കും. ഞാൻ അതിൽ ഒരുപാട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ടു നെക്സ്റ്റ് വീഡിയോ. ബൈ.